നമസ്കാരം. കാലവർഷം കനത്താൽ നമ്മുടെ നഗര റോഡുകൾ പുഴകളായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വാഹനങ്ങൾ തകരാറിലായി ആളുകൾ കഷ്ടപ്പെടുന്നതും സാധാരണ കാഴ്ചയാണ്. പക്ഷേ അതേ റോഡിൽ ഒരു കിടിലൻ ബോട്ട് തുഴഞ്ഞു പോകുന്നതോ? അങ്ങനെ ഒരു എൻട്രിയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഹരിയാനയിലെ ഗുരുഗ്രാമിൽ കണ്ടത്. കനത്ത മഴയിൽ വെള്ളക്കെട്ടിൽ മുങ്ങിയ നഗരവീതിയിൽ യൂസ്ഡ് കാറുകൾ വിൽക്കുന്ന ഒരു കമ്പനി ബോട്ടുകൾ ഇറക്കി. കേൾക്കുമ്പോൾ രസകരമെങ്കിലും ഈ ബോട്ട് സാഹസികത കമ്പനിക്ക് 50,000 രൂപയുടെ വലിയൊരു പിഴയാണ് സമ്മാനിച്ചത്. കാർസ് 24 എന്ന കമ്പനിയാണ് ഈ അത്ഭുത പ്രവൃത്തിക്ക് പിന്നിൽ. നഗരത്തിലെ മോശം ഡ്രൈനേജ് സംവിധാനത്തെയും വർഷാവർഷം ആവർത്തിക്കുന്ന വെള്ളപ്പൊക്കത്തെയും ഒന്ന് പരിഹസിക്കാനും ഒപ്പം തങ്ങളുടെ ബ്രാൻഡിന് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നൽകാനുമായിരുന്നു ഈ നീല ബോട്ട് റോഡിലിറക്കിയത്. മഴയെക്കുറിച്ചുള്ള ഒരു തമാശയായാണ് ഞങ്ങൾ കാർസ് 24 ബോട്ട് വെള്ളത്തിലിറക്കിയത്. എന്നാൽ നിമിഷങ്ങൾക്കകം പിഴയെത്തി. വർഷങ്ങളായി ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും ഇതുകാരണം ഇതുവരെ ആർക്കും യാതൊരു ചെലവും വന്നിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ ബോട്ട് ആളുകൾ യാത്രയ്ക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ സ്ഥിതി മാറി. അക്കരെ എത്താനുള്ള ഏറ്റവും എളുപ്പവഴിയായതിനാൽ ആളുകൾ വീട്ടിലെത്താനായി ബോട്ടിൽ കയറാൻ തുടങ്ങി. ഒരു തമാശ അത് യാത്രാമാർഗമായി മാറുന്ന നിമിഷം മുതൽ തമാശയായിരിക്കില്ല. ഞങ്ങൾ ബോട്ടിന്റെ പണം നൽകി. ഈ ആഴ്ചയും ആളുകളെ സഹായിക്കാനായി ബോട്ട് വീണ്ടും ഇറക്കേണ്ടി വന്നാൽ ഞങ്ങൾ വീണ്ടും പിഴയടയ്ക്കും. വെള്ളക്കെട്ടിന് കാരണക്കാരായവരിൽ നിന്ന് ആരെങ്കിലും പിഴ ഈടാക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു. ഇത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും അവർ കുറിച്ചു. അതേസമയം സംഭവം സോഷ്യൽ മീഡിയയിൽ വ്യാപക ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മോട്ടോർ വാഹനമല്ലാത്ത ഒരു ബോട്ടിന് ട്രാഫിക് പോലീസ് ഏത് വകുപ്പ് പ്രകാരമാണ് പിഴ ചുമത്തിയതെന്ന് ഭൂരിഭാഗം പേരും ചോദിക്കുന്നു. ഒരു തമാശ രൂപേണ ചെയ്തതാണെങ്കിലും ഇത് നഗരത്തിലെ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളെയാണ് തുറന്നു കാണിക്കുന്നതെന്നാണ് മറ്റു ചില കമന്റുകൾ. കനത്ത മഴയെ തുടർന്ന് ഗുരുഗ്രാമിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം കടുത്ത വെള്ളക്കെട്ടായിരുന്നു അനുഭവപ്പെട്ടത്. ദുരിതത്തിലായ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടി തന്നെയാണ് വീടുകളിൽ എത്തിയത്. രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്ന് ഈ മാസം ആദ്യം പ്രാദേശിക അധികാരികൾ താൽക്കാലിക വർക്ക് ഫ്രം ഹോം നിർദ്ദേശം പുറപ്പെടുവിക്കാൻ പോലും നിർബന്ധിതരായിരുന്നു. പലയിടത്തും റോഡിലെ കുഴികൾ കാണാനാവാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും കുടുങ്ങുന്നതും പതിവ് കാഴ്ചയായിരുന്നു. ഇതോടെയാണ് നഗരത്തിലെ ഗതാഗത സംവിധാനം പൂർണ്ണമായും താറുമാറായത്. ഗുരുഗ്രാമിൽ ആദ്യമായിട്ടാണ് കനത്ത മഴക്കാലം അനുഭവപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ഏകദേശം 82 മില്ലിമീറ്റർ മഴ പെയ്തു. എന്നിരുന്നാലും ഇത് നഗരത്തിലുടനീളം അനന്തമായ ഗതാഗത കുരുക്കിന് പോലും കാരണമായിരുന്നു. ചൗക്ക്, രാജീവ് ചൗക്ക്, നർസിംഗ്പുൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയായിരുന്നു. എന്തായാലും ആളുകളെ സഹായിക്കാനെന്ന മട്ടിലാണ് ഈ ബോട്ട് കളത്തിലിറങ്ങിയത്. പിന്നീട് ആ ബോട്ടിന് പിഴ ചുമത്തുകയായിരുന്നു. അതേസമയം പിഴ അടച്ചു എന്നാണ് ബോട്ട് അധികൃതർ പറയുന്നത്.